ഹലോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനിതാ ഈ ഒരു പിങ്ക് ഡ്രസ്സാണ് ഇടുന്നത്. പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് ബഗ്ഗി പാൻ്റാണ് കേട്ടോ ഇടുന്നത്. ടണ്ടറേ, എത്ര സ്പീഡിലാണല്ലേ ഞാൻ ഇട്ട് വന്നത്. പിന്നെ അത് നമുക്ക് ലിബാം ഇടാം. ആൻഡ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുകയാണ്. ഞാൻ 2 ഫിംഗറാണ് എടുത്തിട്ടുള്ളത്. സൺസ്ക്രീൻ എൻ്റെ കഴിഞ്ഞ് പോയി ഗൈസ്, അതാണ് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഞാനിത് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ ഗൈസ്? പിന്നെ നമുക്കിതാ മേക്കപ്പ് സെറ്റ് എടുക്കാം. ആൻഡ് നമ്മൾ കോമ്പാക്ട് പൗഡറാണ് ഇടുന്നത്. എൻ്റെ ഫേസിന് ചേരിയ ആ ഒരു ലൈറ്റ് കളറാണ്, വെളുത്തൊന്നല്ലല്ലോ നമുക്ക് ചെയ്യുക ഗൈസ്. ഞാൻ വെളുത്തതല്ലല്ലോ, പിന്നെ എന്ത് കാട്ടും. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ കോമ്പാക്റ്റ് നിറയെ മുഖത്ത് വാരി പൊത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് തുടച്ച് കളയിട്ടോ, അല്ല അതങ്ങനെ ഭൂതത്തിൻ്റെ പോലെ പോയാൽ എല്ലാവരും പേടിച്ചോടൂലേ. പിന്നെ അതാ കണ്ണ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡാസിലറിൻ്റെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ആക്കിയപ്പോൾ സ്മോക്കിംഗ് ഐസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞിട്ടോ. പിന്നെ അതാ നമ്മൾ മേക്കപ്പ് സെറ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ഗൈസ്. വേറെ ബ്ലഷ് ഉണ്ട്, ഒരു ക്രീമി ടൈപ്പ് ബ്ലഷ്. പക്ഷേ ഞാൻ അതിൻ്റെ ബാഗിലായിരുന്നു, ഇനി പോയി എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ബ്ലഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് നമ്മളിതാ കുറച്ച് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുടച്ച് കളയുന്നു. പിന്നെ അതാ ഗൈസ്, നമ്മൾ ഡാസിലറിൻ്റെ കാജലെടുത്ത് 2 കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ എഴുതുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ അങ്ങനെ കട്ടിയത് ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കണ്ണെഴുതിയാൽ മറ്റേ കണ്ണെഴുതാൻ നല്ല പണി, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പീഡ് കൂട്ടിയതാണ് ഗൈസ്. പിന്നെ നമ്മളുടെ മെയിൻ സാധനമായ ലിപ്സ്റ്റിക്ക് ഇടണ്ടേ. ഞാൻ ഫസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു ക്രീമി ടൈപ്പ് ഒരു ന്യൂഡ് ഷെയ്ഡ് ഇട്ടു. പിന്നെ അതാ കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് 2 സുഡിയോത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനകത്തൊരു ലൈറ്റ് ഇട്ടു കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൽ കാണുമ്പോൾ എന്തോ രസമില്ലാത്ത പോലെ. പിന്നെ ഞാനൊന്ന് വീഡിയോ നിർത്തി വെച്ചിട്ട് മിറർ പോയി നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലിപ്പ് ലൈനറൊക്കെ ഇട്ടു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്തത് എന്തിടും? ബ്ലഷ് കുറച്ച് കുറഞ്ഞു പോയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായോണ്ട് ഞാൻ വീണ്ടും ഇട്ടു ഗൈസ്. അപ്പം അതാ ഇതേപോലെ മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് കൺമഷി എടുത്തതിൻ്റെ മുഖത്തായത്. അത് ഞാനൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇയറിങ്സ് ചെയ്തിടാം. ഈ ഒരു മുത്തിൻ്റെ ഇയറിങ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇയറിങ്സ് സെറ്റ് ഞാൻ മീഷോന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 300 സംതിങ്ങിന് എനിക്ക് 24 പെയർസ് ഇയറിങ്സാണ് കിട്ടിയത്. അത് പലതും പല മോഡൽ, ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. ഞാനിതാ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാല ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ മാല നമ്മൾ ഇട്ടത് ഊരിക്കളയാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മാല ഇട്ട് കൊടുക്കാം. കളയൊന്നുമില്ല കേട്ടോ ഗൈസ്, നമുക്ക് എടുത്തേക്കാം. ഇനി അങ്ങോട്ടെ പോകുമ്പോൾ അതിർത്തിടാം. അപ്പോൾ ഞാനത് ആ ഒരു തൂങ്ങി കിടക്കുന്ന മാലേനെ ഇട്ടിട്ടുള്ളത് ഈ ഒരു മാല ഇട്ടോ. ഭയങ്കര രസമുള്ള മാലയാണിത്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി കെട്ടാം. മുടി കെട്ടാൻ എനിക്ക് വയ്ക്കൂല. നമുക്ക് ഇതിലേത് സ്ക്രഞ്ചീസ് ഇരിക്കണം. ഈ ഒരു സ്ക്രഞ്ചീസ് ഇരിക്കാനാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പക്ഷെ കെട്ടി വന്നപ്പോൾ ഞാൻ വേറെ ഇട്ടിട്ടിരുന്നു. ബൈ.